അപ്പോൾ ബാക്കിയുള്ളവരിലേക്ക് ഇത് എത്താൻ നിങ്ങൾ ഹെൽപ്പ് ചെയ്യണം. ഇപ്പോൾ ഷോ കഴിഞ്ഞ് ഇന്ന് രാവിലെ മുതൽ കിട്ടുന്ന ഒരു അഭിപ്രായങ്ങളാണ് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു റെക്കമെൻഡേഷൻ നിങ്ങളുടെ മുന്നിൽ വെക്കാനുള്ള ഒരു ധൈര്യം തന്നത്. മൗത്ത് പബ്ലിസിറ്റിയിലൂടെ ഈ സിനിമയെ പറ്റി ആളുകളിലേക്ക് സ്പ്രെഡ് ആവുന്നത് കാണാൻ പറ്റുന്നുണ്ട്. ബാക്കി ജഗദീഷേട്ടൻ പറയും. വളരെ സന്തോഷം. ആദ്യമേ നന്ദി രേഖപ്പെടുത്തുകയാണ്. ഇങ്ങനെ വളരെ ഷോർട്ട് നോട്ടീസ് തന്നിട്ടും എല്ലാവരും സജീവമായി തന്നെ ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിന് നിങ്ങളോടുള്ള നന്ദി ആദ്യം രേഖപ്പെടുത്തുന്നു. പ്രൊമോഷൻ സമയത്ത് ഞങ്ങൾ അവകാശവാദങ്ങളൊന്നും ഉന്നയിച്ചിരുന്നില്ല. പക്ഷേ ആ സമയത്ത് പറഞ്ഞ കാര്യങ്ങളെല്ലാം സത്യമാണെന്ന് തെളിഞ്ഞതിൽ ഞങ്ങൾക്ക് അതിയായ സന്തോഷമുണ്ട്, അഭിമാനമുണ്ട്. അന്ന് പറഞ്ഞിരുന്നു ആസിഫ് അലിയുടെ വൺ ഓഫ് ദ മോസ്റ്റ് ബ്രില്യൻറ്റ് പെർഫോമൻസസ് ആയിരിക്കുമെന്ന് ഞാൻ അന്ന് പറഞ്ഞു. ഇന്നിപ്പോൾ തിയേറ്ററിൽ നിന്ന് റിപ്പോർട്ടുകൾ കിട്ടുന്നത് ആസിഫിന് ഏറ്റവും കൂടുതൽ ഒരു കയ്യടി കിട്ടുക എന്നുള്ളത് പെർഫോമൻസിനും ആ ഉന്നയിക്കുന്ന കാര്യങ്ങൾക്കും കയ്യടി കിട്ടുന്നുണ്ട്. അതാണ് സന്തോഷം. പെർഫോമൻസിന്റെ കയ്യടി ഒരു വശത്ത്, മറുവശത്ത് ഉന്നയിക്കുന്ന കാര്യങ്ങൾ, വാദിക്കുന്ന കാര്യങ്ങൾ, അതിന് സേതുവിന് ഒരു വലിയ കയ്യടി കൊടുക്കണം. സേതു ഒരു റൈറ്ററും കൂടിയാണ്. കാരണം ഇതൊരു ഡെലിക്കേറ്റ് സബ്ജക്റ്റ് ആണ്. ഇന്നത്തെ കാലത്ത് എല്ലാവരും സ്ത്രീപക്ഷത്തിന് വേണ്ടി വാദിക്കുന്ന, അല്ലെങ്കിൽ അതിന് കൂടുതൽ പ്രിഫറൻസ് കൊടുക്കുന്ന, ഇവിടെ സ്ത്രീപക്ഷമെന്നോ പുരുഷപക്ഷമെന്നോ ഇല്ലാതെ തെറ്റാരുടെ ഭാഗത്തോ അവരാണ് ശിക്ഷിക്കപ്പെടേണ്ടത്. അതല്ലാതെ പുരുഷനെന്നോ സ്ത്രീയെന്നോ നോക്കിയിട്ടല്ല ഒന്ന് കൈകാര്യം ചെയ്യേണ്ടത് എന്ന ഒരു കാര്യമാണ് ഈ ചിത്രത്തിലൂടെ പറഞ്ഞു വെക്കുന്നത്. ഇതൊരു പുരുഷപക്ഷ സിനിമയല്ല, സ്ത്രീപക്ഷ സിനിമയല്ല. ഏറ്റവും കൂടുതൽ രസകരമായിട്ടുള്ള കാര്യം, ഇതിൽ പുരുഷന് വേണ്ടി എന്തെങ്കിലും വാദിക്കുന്നുണ്ടെങ്കിൽ അതിന് കൂടുതൽ കൈയടിക്കുന്നത് സ്ത്രീകളാണ്. അതൊരു സന്തോഷകരമായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ ന്യായത്തിന്റെ കൂടെ സ്ത്രീകൾ നിൽക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഇവിടെ നമ്മുടെയൊക്കെ മുഖം കണ്ടാൽ എല്ലാവർക്കും അറിയാം ഇതിന്റെ ഒരു സക്സസിന്റെ കോൺഫിഡൻസ് നമുക്ക് എല്ലാവർക്കും ഉണ്ട്. അതിപ്പോൾ സിദ്ധാർത്ഥൻ ഞാനും കൂടെ താഴെ ധീരന്റെ പ്രൊമോഷനിൽ അറ്റൻഡ് ചെയ്യായിരുന്നു. അപ്പോൾ സിദ്ധാർത്ഥൻ വളരെ സന്തോഷത്തോടെ ജഗദീഷേട്ടാ കലക്കി കലക്കി എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് വലിയ സന്തോഷം തോന്നി. ആദ്യത്തെ റിപ്പോർട്ട് തന്നത് സിദ്ധാർത്ഥനാണ്. പടം വലിയ ഒരു സക്സസ് ആണെന്നുള്ള റിപ്പോർട്ട് തന്നത് സിദ്ധാർത്ഥനാണ്. ഇപ്പോൾ ടീമിന്റെ വർക്കാണ്. ഞങ്ങൾ ഇപ്പോഴും വലിയ അവകാശവാദങ്ങളൊന്നും പറയുന്നില്ല. ഈ സിനിമ ഞങ്ങൾ പറയുന്നു ഒരു പക്ക എന്റർടൈനറാണ്. ആ എന്റർടൈൻമെന്റിൽ കുറെ നല്ല കാര്യങ്ങൾ, സമൂഹത്തിന് വേണ്ടിയുള്ള നല്ല കാര്യങ്ങൾ ഈ എന്റർടൈൻമെന്റ് ആയിട്ട് തന്നെ ഞങ്ങൾ അവതരിപ്പിക്കുന്നുണ്ട്. എല്ലാ ഫാമിലി മെമ്പേഴ്സിനും ഒരുപോലെ ആസ്വദിക്കാൻ പറ്റുന്നൊരു, കണക്ട് ചെയ്യാൻ പറ്റുന്നൊരു ത്രെഡുള്ളൊരു നല്ലൊരു മൂവിയാണ്. ആക്ച്വലി ആസിഫിക്കൊക്കെ പറഞ്ഞതുപോലെ നമ്മൾ മുന്നേ ആണ് ഇത് റിലീസ് ചെയ്യാൻ പ്ലാൻ ചെയ്തത്. അപ്പോൾ സാഹചര്യങ്ങൾ അങ്ങനെ വന്നതുകൊണ്ട് നമുക്ക് റിലീസ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഇത് ഇപ്പോൾ ആൾക്കാർ ചോദിക്കുന്നത്, ഇത് റിലീസ് ചെയ്തത് അറിഞ്ഞില്ലല്ലോ, പടം ഇറങ്ങിയത് അറിഞ്ഞില്ല, പലരിലേക്കും എത്തിയിട്ടില്ല എന്നുള്ളൊരു കാര്യം പലരും പറയുന്നുണ്ട്. അപ്പോൾ ഈ പറയുന്ന പോലെ അഭിപ്രായങ്ങൾ എല്ലാവരും ഷെയർ ചെയ്തിട്ട് വേണം ഇനി നമ്മൾക്ക് മാക്സിമം എല്ലാവരിലേക്കും എത്തിക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ എന്താ പറയുക, ഞാനും കുറച്ച്